കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും അസാധുവായ നോട്ട് നിക്ഷേപിക്കാനെത്തിയവരെ റിസർവ് ബാങ്ക് കേന്ദ്രങ്ങൾ മടക്കി അയച്ച സംഭവമുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ധനമന്ത്രാലയത്തിന്റെ വിജ്ഞാപനം. അസാധുവാക്കിയ നോട്ടുകൾ മാറുന്നതിന് സർക്കാർ നൽകിയ സമയപരിധി ഡിസംബർ 31 വരെയായിരുന്നു. ഈ സമയപരിധിയിൽ വിദേശയാത്രയിലായിരുന്നവർക്കാണ് മാർച്ച് 30 വരെ സമയം നൽകിയിരിക്കുന്നത്. ാകട്ടെ ജൂൺ 31 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അതേസമയം ഇത്തരക്കാർക്ക് വിമാനത്താവളങ്ങളിൽ പൂരിപ്പിക്കുന്നതിന് ഒരു പേജുള്ള ഫോമും തയ്യാറാക്കി. കൊണ്ടുവരുന്ന അസാധുവായ നോട്ടുകളുടെ എണ്ണം കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷം ഫോമിൽ സീൽ പതിക്കണം. വിദേശത്ത് യാത്രയിലായിരുന്ന ഇന്ത്യക്കാർക്ക് അസാധുവാക്കിയ നോട്ടുകൾ എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം. എന്നാൽ പ്രവാസികൾക്ക് 25,000 രൂപ വരെ മാത്രമേ നിക്ഷേപിക്കാൻ പറ്റൂ. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയുമില്ല. വിദേശയാത്രയിലായിരുന്നവർ 2016 നവംബർ 1 മുതൽ ഡിസംബർ 30 വരെയുള്ള കാലയളവിൽ രാജ്യത്തില്ലായിരുന്നുവെന്ന് തെളിയിക്കുന്ന എമിഗ്രേഷൻ സ്റ്റാമ്പ് അടക്കമുള്ള പാസ്പോർട്ട് ഹാജരാക്കണം. മാത്രമല്ല, ഈ കാലയളവിൽ അസാധുവാക്കിയ നോട്ടുകൾ ഒന്നും തന്നെ നിക്ഷേപിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന ബാങ്ക് അക്കൗണ്ടിന്റെ രേഖകളും കൊണ്ടുവരണം. തിരിച്ചറിയൽ രേഖയും ആധാർ കാർഡും KYC പൂർത്തിയാക്കിയ ബാങ്ക് അക്കൗണ്ടുകളും ഹാജരാക്കണം. രാജ്യത്ത് പുറത്ത് താമസിക്കുന്നുവെന്ന രേഖകൾ പ്രവാസികൾ ഹാജരാക്കണം. അതിനു പുറമെ ഡിസംബർ 30 ശേഷം രാജ്യത്തെത്തിയതായി തെളിയിക്കുന്ന കസ്റ്റംസ് രേഖയും കൊണ്ടുവരണം. നോട്ടുകളുടെ വിവരങ്ങളും ഹാജരാക്കണം. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.